അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ എഡിജിപി എം.ആർ. അജിത് കുമാറിന്റെ മൊഴി പകർപ്പ് കേരള വിഷൻ ന്യൂസിന് ലഭിച്ചു. തനിക്കെതിരായ ആരോപണങ്ങൾക്ക് പിന്നിൽ പോലീസിനുള്ളിലെ ഗൂഢാലോചനയെന്നാണ് മൊഴി. വ്യാജരേഖകൾ ചമച്ചത് പോലീസിൽ നിന്നാണെന്നും അന്വേഷണം നടത്തണമെന്നും മൊഴിയിൽ അജിത് കുമാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മുൻ എം.എൽ.എ. പി.വി. അൻവറിന്റെ വഴിവിട്ട ഇടപാടുകൾക്ക് വഴങ്ങാത്തതിനാലാണ് ആരോപണ നിഴലിൽ താൻ ചെന്നുപെട്ടത്. അൻവറുമായി അനുനയ ചർച്ച നടത്തിയെന്നും ചർച്ച സുഹൃത്തിന്റെ വീട്ടിൽ വെച്ചായിരുന്നുവെന്നും എഡിജിപിയുടെ മൊഴിയിലുണ്ട്. ഫ്ളാറ്റ് മറിച്ചുവിറ്റ് ലാഭം നേടിയിട്ടില്ല. വീട് നിർമ്മിക്കുന്നത് ഭാര്യ പിതാവ് നൽകിയ ഭൂമിയിലാണ്. തേക്ക് മരം മുറിച്ചു കടത്തിയതിലും മരമുറി കേസിലോ തനിക്ക് ബന്ധമില്ലെന്നും എം.ആർ. അജിത് കുമാറിന്റെ മൊഴിയിലുണ്ട്. വിജിലൻസ് ഡിവൈഎസ്പി ഷിജു പാപ്പച്ചൻ നൽകിയ മൊഴിയിലാണ് എഡിജിപി ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. അനധികൃത സ്വത്ത് സമ്പാദന പരാതിയിൽ എഡിജിപി എം.ആർ. അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് നൽകിയ അന്വേഷണ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പ്രത്യേക വിജിലൻസ് കോടതി തള്ളിയിരുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥനെ രൂക്ഷമായി വിമർശിച്ച കോടതി അന്തിമ റിപ്പോർട്ടിലെ മുഖ്യമന്ത്രി അംഗീകരിച്ചെന്ന പരാമർശത്തെയും നിശിതമായി വിമർശിച്ചു. മുഖ്യമന്ത്രി വിജിലൻസിന്റെ തലവനാണെന്നത് ഭരണകാര്യം മാത്രമാണെന്നും അന്വേഷണത്തിന്റെ ഒരു ഘട്ടത്തിലും ഇടപെടാൻ കഴിയില്ലെന്നും കോടതി നിരീക്ഷിച്ചിരുന്നു. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.